കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളെ കിടക്കാം. 8 persons PSQ, RUB, J and C are sitting in a circle at equal distances. അതായത് 8 പേര് ഒരു സർക്കിളിന് വിട്ടിരിക്കുക. 3 of them are facing opposite center and 5 are sitting facing the center of circle. അതിനകത്ത് 3 പേര് ഫേസിങ് ഓപ്പോസിറ്റ് സെൻറ്റർ, 3 പേര് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്, ബാക്കി 5 പേരുണ്ട് അത് അകത്തേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ 3 പേര് പുറത്തേക്ക്, ബാക്കി 5 പേര് അകത്തേക്ക്. ഓക്കെ, ഇനി ഹിൻറ്റുകളാണെന്ന് തോന്നുന്നു. 2 persons are sitting between C and U and 2 are sitting between B and U. സിന് യുവിനിടയ്ക്ക് 2 പേരുണ്ട്, ബിന് യുവിനും ഇടയ്ക്ക് 2 പേരുണ്ട്. അപ്പോൾ സി കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് യു, പിന്നെ ബിന് യുവിനിടയ്ക്ക് 2 പേരെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ യു കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി. ഇത് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇനി ക്യൂ ഈസ് സിറ്റിംഗ് ടു ദ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ജെ ഹു ഈസ് ഫേസിങ് ദ സെൻറ്റർ ഓഫ് സർക്കിൾ. ഓക്കെ, ക്യൂ ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിലേ ഇരിക്കുന്നത്, ജെ സെൻറ്ററിലേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ക്യൂ, ജെ അകത്തേക്ക് നോക്കിയിരിക്കുന്നത്. എസ് ഇസ് ഫേസിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ, എസ് ഇസ് സിറ്റിംഗ് ടു ദ തേർഡ് റൈറ്റ് ഓഫ് ബി. ബിയുടെ തേർഡ് ടു ദ റൈറ്റിലാണ് എസ് ഇരിക്കുന്നത്. അപ്പോൾ ബിയുടെ തേർഡ് ടു ദ റൈറ്റിൽ എസ് ഇരിക്കുന്നു, എസ്സും അകത്തേക്ക് നോക്കിയിരിക്കുന്നു. ആർ ഇസ് നോട്ട് നിയർ ടു സി. സിയുടെ അടുത്ത് 6 വരത്തില്ല. അപ്പോൾ സി ഇവിടെ 6 സിയുടെ അടുത്ത് വരത്തില്ല. ക്യൂ ഇസ് സിറ്റിംഗ് ടു ദ തേർഡ് ലെഫ്റ്റ് ഓഫ് ആർ ഹു ഇസ് സെക്കൻഡ് റൈറ്റ് ഓഫ് പി ആൻഡ് എമംഗ് ദീസ് 3 പ്ലേസ് ഓൺലി 1 ഈസ് ഫേസിങ് ഓപ്പോസിറ്റ് സെൻറ്റർ ഓഫ് സർക്കിൾ. അതായത് ക്യൂ സിറ്റിംഗ് ടു തേർഡ് ലെഫ്റ്റ് ഓഫ് ആർ, ആറിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. അപ്പോൾ ക്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആറിൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. ആർ ഹു ഇസ് സെക്കൻഡ് റൈറ്റ് ഓഫ് പി, പിയുടെ സെക്കൻഡ് റൈറ്റിലാണ് 6 ഇരിക്കുന്നത്. അപ്പോൾ 6 നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ. പിയുടെ സെക്കൻഡ് റൈറ്റിലാണ് 6 ഇരിക്കുന്നത്. ആൻഡ് എമംഗ് ദീസ് 3 പ്ലേയേഴ്സ് ഓൺലി 1 ഈസ് ഫേസിങ് ഓപ്പോസിറ്റ് ടു ദ സെൻറ്റർ ഓഫ് സർക്കിൾ. അപ്പോൾ ഇപ്പോൾ 3 പേരുടെ കാര്യം പറയുന്നുണ്ട്, ക്യൂ, 6, പി. ഇതിനകത്ത് ഒരേ ഒരാൾ മാത്രമേ ഫേസിങ് ഓപ്പോസിറ്റ് സെൻറ്റർ ഓഫ് സർക്കിൾ, അതിനകത്ത് ഒരാൾ മാത്രമേ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുള്ളതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്യൂ, 6, പി, ഓൺലി 1, ഒരാൾ മാത്രമേ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുള്ളൂ. യു ഇസ് നോട്ട് ഓപ്പോസിറ്റ് ടു ബി ആൻഡ് ക്യൂ. യു ബിൻ്റെ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരത്തില്ല. അപ്പോൾ യുവിൻ്റെ ഓപ്പോസിറ്റ് ബിയും ക്യൂവും വരത്തില്ല. ഇതാണ് നമ്മുടെ ഹിൻറ്റുകൾ. ഇനി ഹിൻറ്റുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹിൻറ്റുകൾ നമ്മൾ ലിങ്ക് ഉണ്ടാകാൻ നോക്കണ്ടേ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഹിൻറ്റൊക്കെ കിട്ടിയപ്പോൾ തന്നെ ലിങ്ക് ചെയ്താണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ 6 വരത്തില്ലെന്ന് പറയുന്നുണ്ട്. 6 ക്യൂ ആയിട്ട് ലിങ്ക് ഉണ്ട്, പിന്നെ ജെയും ക്യൂവും ലിങ്ക് ഉണ്ട്, 6ഉം പിയും ലിങ്ക് ഉണ്ട്. ഈ പറയുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് ലിങ്ക് ഉണ്ടോ? ഇല്ല. ഇനി പറഞ്ഞേക്കുന്നത് യുവിൻ്റെ ഓപ്പോസിറ്റ് ബിയും ക്യൂവും വരത്തില്ലെന്നാണ്. യുവിൻ്റെ ഓപ്പോസിറ്റ് ബിയും ക്യൂവും വരത്തില്ല. ഓക്കെ, പിന്നെ ക്യൂവും 6ഉം പി, ഇതിനകത്ത് ഒരേ ഒരാൾ മാത്രമേ പുറത്തേക്ക് നോക്കിയിരിക്കത്തുള്ളൂ. മൊത്തം 3 പേര് പുറത്തേക്ക് നോക്കിയിരിക്കും, ബാക്കി 5 പേര് അകത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നുള്ളൂ. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് യു കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി. ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 2 പോസിബിലിറ്റി വരും. പിന്നെ അതിലും ഈ ആറിൻ്റെയും ജെയുടെയും ക്യൂടെയൊക്കെ പൊസിഷൻ എടുത്തെടുത്ത് അവിടെയും പോസിബിലിറ്റീസ് വരും. ഇനി ഇവിടെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ജെയുടെ ഡയറക്ഷൻ അറിയാം, ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിലെ ക്യൂ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് 6 ഇടേണ്ടി വരും, അതും പോസിബിലിറ്റി നോക്കണം. പിന്നെ 6ൻ്റെ അടുത്ത് പി ഇടണം, അതും പോസിബിലിറ്റി നോക്കണം. പിന്നെ ഇവരെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കാര്യം, യുവിൻ്റെ അടുത്ത് യുവിൻ്റെ ഓപ്പോസിറ്റ് ബിയും ക്യൂവും വരത്തില്ല. പിന്നെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് സി 2 കഴിഞ്ഞിട്ട് യു ആയിട്ട് 2 കഴിഞ്ഞിട്ട് ബി, ഈ സാധനം ഇടണം. അപ്പോൾ എന്തായാലും എവിടെ നിന്ന് തുടങ്ങിയാലും പോസിബിലിറ്റി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ മൊത്തം 8 പേരല്ലേ ഉള്ളത്. അപ്പോൾ 2, 4, 6, 8 പേര്. അപ്പോൾ സി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് യു കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി. ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ സി കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് യു കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ബി, ഇങ്ങനെ ആയിരിക്കും. ഇനി എന്താ ഇവിടെ പറയുന്നത്? ഇനി സിയുടെ അടുത്ത് 6 വരത്തില്ല, സിയുടെ അടുത്ത് 6 വരത്തില്ല, ഇവിടെ സിയുടെ അടുത്ത് 6 വരത്തില്ല. യു ഇട്ടു, ബി ഇട്ടു, ബിയുടെ തേർഡ് റൈറ്റിൽ എസ് അകത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇപ്പോൾ ബി ഇവിടെ, ബി ഇപ്പോൾ അകത്തേക്കാണ് നോക്കുന്നതെങ്കിൽ 1, 2, 3 എസ് അവിടെ ഇടാം. ബി പുറത്തേക്കാണെങ്കിൽ 1, 2, 3 എസ് ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ബി അകത്തേക്ക് തന്നെ 1, 2, 3 എസ് അകത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇവിടെ ബി അകത്തേക്കാണ് നോക്കുന്നതെങ്കിൽ 1, 2, 3 എസ് വരത്തില്ല. അപ്പോൾ ബി പുറത്തേക്ക് 1, 2, 3 എസ് അകത്തേക്ക് നോക്കിയിരിക്കുന്നു. ഓക്കെ, ഇത്രയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും.
ഇനി സിയുടെ അടുത്ത് 6 വരത്തില്ല, 6 ഇവിടെ വരത്തില്ല. ഇനി വേറെ എന്തെങ്കിലും, ഇവിടെ യുവിൻ്റെ ഓപ്പോസിറ്റ് ബിയും ക്യൂവും വരത്തില്ലെന്ന് പറയുന്നുണ്ട്. യു നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യുവിൻ്റെ ഓപ്പോസിറ്റ് വിയും ക്യൂവും വരത്തില്ല. പിന്നെ സിയുടെ അടുത്ത് 6 വരത്തില്ലല്ലോ, അപ്പോൾ ഇവിടെ 6ഉം വരത്തില്ല. അപ്പോൾ യുവിൻ്റെ ഓപ്പോസിറ്റ് ബി വരത്തില്ല, ക്യൂ വരത്തില്ല. ഓക്കെ, ഇനി ഇവിടെ 6 വരത്തില്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. 6ൻ്റേന്ന് നമുക്ക് ക്യൂ കിട്ടും, ക്യൂവിൽ നിന്ന് ജെ എടുക്കാം, പിന്നെ 6 വെച്ച് നമുക്ക് പി എടുക്കാം. അപ്പോൾ നമുക്ക് 6ൻ്റെ പോസിബിലിറ്റി നോക്കി പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ 6 ഇവിടെ വരത്തില്ലെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 6 ഇൻ കേസ് ഇവിടെയാണെങ്കിൽ 6ൻ്റെ തേർഡ് ലെഫ്റ്റിലേക്ക് 6 പകത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ വരത്തില്ല. 6 പുറത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ നമുക്ക് ഇവിടെ ഇടാം. ഇനി ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. ഇനി ജെ അകത്തേക്കും, ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ക്യൂ. അപ്പോൾ ക്യൂ 1 2 ജെ ഇടാൻ പറ്റത്തില്ല, ക്യൂ 1 2 ജെ ഇവിടെ ഇടാം. പക്ഷേ ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിലെ ക്യൂ, ജെ പുറത്തേക്കാണെങ്കിലല്ലേ സെക്കൻഡ് ലെഫ്റ്റിൽ ക്യൂ വരത്തുള്ളൂ, പക്ഷേ ജെ അകത്തേക്കല്ലേ, അതുകൊണ്ട് ഈ പോസിബിലിറ്റി വരത്തില്ല. 6 മാച്ച് കളയാം, ക്യൂ മാച്ച് കളയാം. ഇനി 6 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 6ൻ്റെ തേർഡ് ലെഫ്റ്റിൽ ക്യൂ, 6 പകത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ ഇവിടെ ഇടാൻ പറ്റത്തില്ല, കാരണം ക്യൂ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇനി 6 പുറത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ പറ്റത്തില്ല. അപ്പോൾ 6ൻ്റെ പോസിബിലിറ്റി ഇവിടെ വരത്തില്ല. ഇനി 6 ഇടാനായിട്ട് ഒറ്റ സ്ഥലമല്ലേ ഉള്ളൂ, 6 ഇവിടെ. 6 അകത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ ഇടാം, 6 പുറത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 6 അകത്തേക്ക് 1 2 3 ക്യൂ ഇവിടെ. ഇനി ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിലെ ക്യൂ. ഇനിയിപ്പോൾ ക്യൂ 1 2 ജെ ഇടത്തില്ല, ക്യൂ 1 2 ജെ ഇവിടെ ഇടാം. പക്ഷേ ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ക്യൂ ഉണ്ടെങ്കിൽ ജെ പുറത്തേക്ക് ഇടണ്ടേ, ജെ അകത്തേക്കല്ലേ, അപ്പോൾ ഈ പോസിബിലിറ്റിയും തെറ്റാണ്. അപ്പോൾ നമ്മൾ 6ൻ്റെ 1 2 3 പോസിബിലിറ്റി നോക്കി, വേറെ സ്ഥലമില്ലല്ലോ 6 ഇടാനായിട്ട്. അപ്പോൾ ഈ പോസിബിലിറ്റി തെറ്റാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ 6 ഇവിടെ വരത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 6 ഇവിടെ നിന്ന് ഇട്ടിട്ടങ്ങ് പോകാം. ഇൻ കേസ് 6 ഇവിടെയാണെന്ന് വിചാരിക്കുക, 6ൻ്റെ തേർഡ് ലെഫ്റ്റിലാണ് ക്യൂ വരുന്നത്. ഇപ്പോൾ 6 അകത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ ഇടാൻ പറ്റത്തില്ല. 6 പുറത്തേക്കാണെങ്കിൽ 1 2 3 ക്യൂ നമുക്ക് ഇടാൻ പറ്റും. ഇനി ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിലെ ക്യൂ. ഇപ്പോൾ ക്യൂ ഇവിടെ 1 2 ജെ ഇടത്തില്ല, 1 2 ജെ നമുക്ക് ഇവിടെ ഇടാം. ജെ അകത്തേക്കാണെങ്കിൽ സെക്കൻഡ് ലെഫ്റ്റിലെ ക്യൂ, അപ്പോൾ അത് ഓക്കെ. ഇനി 6 പിയുടെ സെക്കൻഡ് റൈറ്റിൽ 6 വരുന്നത്. അപ്പോൾ പി ഇവിടെ സെക്കൻഡ് റൈറ്റിൽ 6. അപ്പോൾ പി പുറത്തേക്കാണെങ്കിൽ 1 2 സെക്കൻഡ് റൈറ്റിൽ 6 വരും. അപ്പോൾ നോക്കി, ഇവിടെ 6ഉം പിയും രണ്ടുപേരും പുറത്തേക്കായി. നമുക്ക് വേറൊരു ഹിൻ്റ് ഉണ്ടായിരുന്നു, ക്യൂ 6 പി, അതിൻ്റെ അകത്ത് ഒരേ ഒരാളെ ഔട്ട് സൈഡ് നോക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് 2 പേര് പുറത്തേക്കായില്ലേ, അതിനർത്ഥം ഈ പോസിബിലിറ്റിയും തെറ്റാന്നുള്ളതാണ്. ഇനി പി ഇടാൻ വേറെ സ്ഥലമില്ലല്ലോ, അപ്പോൾ 6ൻ്റെ ഈ പോസിബിലിറ്റി നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. പി പോയി, ക്യൂ പോയി, ജെ പോയി. ഓക്കെ, ഇനി നമുക്ക് 6 ഇവിടെ ഇടാം. 6 ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ലെഫ്റ്റിൽ ക്യൂ 1 2 3 ക്യൂ ഇടത്തില്ല, 1 2 3 ക്യൂ ഇവിടെ ഇടത്തില്ല. അപ്പോൾ 6 ഇവിടെ വരത്തില്ല. ഇനി 6 നമുക്ക് ഇവിടെ ഇടാം. 6 ഇവിടെ ഇടുക, തേർഡ് ലെഫ്റ്റിൽ ക്യൂ 1 2 3 ക്യൂ ഇടാം, 1 2 3 ക്യൂ ഇടത്തില്ല. അപ്പോൾ 6 അകത്തേക്ക് 1 2 3 ക്യൂ ഇടാം. ഇനി ജെയുടെ സെക്കൻഡ് ലെഫ്റ്റിൽ ക്യൂ, ജെ അകത്തേക്ക് 1 2 ജെ 1 2 ജെ ഇവിടെ ഇടാം, ജെ അകത്തേക്ക് സെക്കൻഡ് ലെഫ്റ്റിൽ ക്യൂ. ഓക്കെ, ഇനി പിയുടെ സെക്കൻഡ് റൈറ്റിൽ 6 വരുന്നത്. പിയുടെ സെക്കൻഡ് റൈറ്റിൽ 6. അപ്പോൾ 6 1 2 1 2 പി ഇവിടെ ഇടാം. പിയുടെ സെക്കൻഡ് റൈറ്റിൽ 6, അപ്പോൾ പി പുറത്തേക്ക്. ഇപ്പോൾ നോക്കി, നമ്മുടെ കയ്യിൽ ക്യൂ 6 പി, അതിനകത്ത് പി പുറത്തേക്ക്, 6 അകത്തേക്ക്, ക്യൂവിൻ്റെ അറിയത്തില്ല. അപ്പോൾ നോക്കി, ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരാൾ മാത്രമല്ലേ പുറത്തേക്ക് നോക്കുന്നുള്ളൂ. അപ്പോൾ പി പുറത്തേക്ക്, അപ്പോൾ ബാക്കി 2 പേരും അകത്തേക്കായിരിക്കും. അപ്പോൾ 6 അകത്തേക്ക്, ക്യൂ അകത്തേക്ക്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ അകത്തേക്ക് എത്ര പേരുണ്ട്? 1 2 3 4 5 5 പേര് അകത്തേക്കുണ്ട്. അപ്പോൾ ബാക്കി 3 പേര് പുറത്തേക്കായിരിക്കത്തില്ലേ. അപ്പോൾ ഇയാൾ പുറത്തേക്ക്, ഇവനും പുറത്തേക്ക്. ഇപ്പോൾ പുറത്തേക്ക് 1 2 3 പേര്. ഓക്കെ, ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള എല്ലാ പോസിബിലിറ്റി കൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഈ സൊല്യൂഷനിലേക്ക് എത്തിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഹിൻറ്റുകളൊന്നുമില്ല, പക്ഷേ പോസിബിലിറ്റി വരുന്നതുകൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഹിൻറ്റുകൾ വൃത്തിയായിട്ട് മാർക്ക് ചെയ്യുക, കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ വരയ്ക്കുന്ന ഓരോ വരയും എന്താണെന്ന് നമുക്കറിയായിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, അതായത് യുവിൻ്റെ ഓപ്പോസിറ്റ് ബിയും ക്യൂവും വരത്തില്ല. പിന്നെ ക്യൂ 6 പി, ഇതിനകത്ത് ഒരാൾ മാത്രമേ പുറത്തേക്ക് നോക്കത്തുള്ളൂ.
പിന്നെ 3 പേര് പുറത്തേക്ക് നോക്കും, 5 പേര് അകത്തേക്ക് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ അവിടെ ഇടും. പക്ഷേ സോൾവ് ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മെയിൻസ് ലെവൽ പസുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ പഠിക്കാം.